കടലിനടിയിലൂടെയുള്ള കൊച്ചി ലക്ഷദ്വീപ് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പദ്ധതി യാഥാർത്ഥ്യമായതോടെ ലക്ഷദ്വീപിലെ ഇന്റർനെറ്റ് വേഗത നേരിടുന്ന വെല്ലുവിളി മറികടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഇന്റർനെറ്റ് വേഗത 100 മടങ്ങിൽ കൂടുതൽ, അതായത് 1.7 Gbps നിന്ന് 200 Gbps വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ലക്ഷദ്വീപിലെ കവരത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച 1150 കോടി രൂപയുടെ വികസന പദ്ധതികളിൽ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതിയും. ആസാദി കാ അമൃത് കാൽ വേളയിൽ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ ലക്ഷദ്വീപിന് പ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശത്തെ അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ ഉൾപ്പെടുത്താനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ലക്ഷദ്വീപിന് രാജ്യാന്തര അംഗീകാരം ലഭിച്ചതായി അടുത്തിടെ സമാപിച്ച G20 യോഗം പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു. സ്വദേശ് ദർശൻ പദ്ധതി പ്രകാരം ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് നിർദ്ദിഷ്ട ആസൂത്രണ പദ്ധതി തയ്യാറാക്കുകയാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇതാദ്യമായാണ് ലക്ഷദ്വീപിനെ കടലിനടിയിലൂടെയുള്ള ഒപ്റ്റിക് ഫൈബർ കേബിൾ വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതി നിലവിൽ വരുന്നത്. വേഗതയേറിയതും വിശ്വസനീയവുമായ ഇന്റർനെറ്റ് സേവനങ്ങൾ, ടെലിമെഡിസിൻ, ഗവേണൻസ്, വിദ്യാഭ്യാസ സംരംഭങ്ങൾ, ഡിജിറ്റൽ ബാങ്കിംഗ്, ഡിജിറ്റൽ കറൻസി ഉപയോഗം മുതലായവ പ്രാപ്തമാക്കുന്ന കടലിനടിയിലൂടെയുള്ള സമർപ്പിത ഒപ്റ്റിക് ഫൈബർ കേബിൾ ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിലെ ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാതൃകാപരമായ മാറ്റം ഉറപ്പാക്കും. कोच्चि लक्षद्वीप सबमरीन ऑप्टिकल फाइबर प्रोजेक्ट का लोकार्पण हो गया है. अब लक्षद्वीप में भी 100 गुना अधिक स्पीड से इंटरनेट चल पाएगा. इससे सरकारी सेवाएं हो, इलाज हो, एजुकेशन हो, डिजिटल बैंकिंग हो, ऐसी अनेक सुविधाएं और बेहतर होगी. लक्षद्वीप में लॉजिस्टिक्स सर्विस का हब बनाने की जो संभावना है, उनको भी इससे बल मिलेगा. लक्षद्वीप में भी हर घर तक पाइप से पानी पहुंचाने के लिए तेजी से काम किया जा रहा है. കുറഞ്ഞ താപനിലയിൽ കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന നിലയം ഇതോടൊപ്പം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇത് പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കും. അഗത്തി, മിനിക്കോയ് ദ്വീപുകളിലെ എല്ലാ വീടുകളിലും പ്രവർത്തനക്ഷമമായ കുടിവെള്ള ടാപ്പ് കണക്ഷനുകളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദ്വീപുകളുടെ വിനോദസഞ്ചാര ശേഷി ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഈ കുടിവെള്ള പദ്ധതികൾ സഹായിക്കും.